ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള കേസുകളിൽ അനുകൂല വിധിയുണ്ടായിട്ടും ഏറ്റുമാനൂർ നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ജനകീയ വികസന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 7 മാസത്തിനകം നിരവധി കൗൺസിൽ യോഗങ്ങൾ കൂടിയെങ്കിലും കൗൺസിലർമാർ ആവശ്യപ്പെട്ട വിധിയുടെ പകർപ്പ് ഒരു മെമ്പർക്ക് പോലും കൊടുക്കുവാൻ നഗരസഭയുടെ അധികാരികൾ തയ്യാറായിട്ടില്ല. ഓരോ പ്രാവശ്യവും മറ്റു കാര്യങ്ങളാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തുന്നത്. നഗരസഭയുടെ 13 സെന്റ് ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിട്ടുണ്ട്. VFPCK കൈവശം വെച്ചിരിക്കുന്ന കെട്ടിടവും 2 സെന്റ് ഭൂമിയും നഗരസഭയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്ന് വിധി ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചുപിടിക്കാനുള്ള യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ആരെങ്കിലും കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുത്താൽ നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സമാധാനം പറയേണ്ടി വരുമെന്നും എന്തൊക്കെയോ മറച്ചുവെക്കുവാനുള്ള വ്യഗ്രതയാണ് നഗരസഭ അധികൃതർക്കുള്ളതെന്ന് വികസന സമിതി പ്രവർത്തകർ പറഞ്ഞു. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി 34 കേസ് പല ഘട്ടങ്ങളിലായി കൊടുത്തിരുന്നു. അത് ജില്ലാ കോടതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പീൽ പലരും ഹൈക്കോടതി പോയിട്ടുണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, 24 എണ്ണവും മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായി വിധിച്ചു. കൃത്യമായി പറഞ്ഞാൽ 7 മാസം കഴിഞ്ഞു. ഒരു നടപടിയും ഇതുവരെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നമ്മൾ പ്രതികരിക്കേണ്ടായി ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ 7 മാസത്തിന് നിരവധി കൗൺസിൽ കൂടി. കൗൺസിൽ മെമ്പർമാർ പറഞ്ഞു ഞങ്ങൾക്കിതിൻ്റെ കോപ്പിതാണ്. വളരെ ലജ്ജാകരമെന്ന് പറയട്ടെ, പ്രതിപക്ഷ നേതാവിന് പോലും ഇതിൻ്റെ കോപ്പി കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ സമീപിച്ചത് കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതിയിലുള്ള ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ച് ഈ ഓർഡർ ഇന്നലെ എൻ്റെ കൈ കിട്ടിയത്. ഒരുപക്ഷെ പലർക്കും ഇത് കിട്ടിക്കാണില്ല. വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ 13 സെൻറ്റിലത്തെ സ്ഥലം കയ്യേറിയിട്ടുണ്ട്. ഇത് തിരിച്ചു പിടിക്കണമെന്ന് കോടതി പറഞ്ഞു. ഒരു നടപടി എടുത്തിട്ടില്ല. വ്യക്തികൾ ആരെന്നൊക്കെ ഉള്ളത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ അന്വേഷണാത്മകമായ നിങ്ങൾ പത്രപ്രതിനിധികൾ കണ്ടുപിടിക്കുക. 13 സെൻറ്റോളം ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം VFPCK, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഫുഡ് വെജിറ്റബിൾ ഫുഡ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ അവരുടെ കയ്യിൽ സ്ഥലമുണ്ട്. 2.5 സെൻറ്റ് സ്ഥലമുണ്ട്, കെട്ടിടമുണ്ട്. ഇത് വിട്ടുകൊടുക്കാൻ കോടതി പറഞ്ഞു. ഒരു നടപടി ഉണ്ടായില്ല. ഇതുവരെ ആരും അതിനുവേണ്ടി തെളിഞ്ഞിട്ടുമില്ല. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ അവരെ സമീപിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ഇനി മറ്റൊരു വിഷയം കിടക്കുകയാണ്, മത്സ്യ മാർക്കറ്റിലെ കാര്യം. 30 ലക്ഷം രൂപ വാടക ഇനത്തിൽ കിട്ടാനുണ്ട്. ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടി ഉണ്ടായില്ല. അവർ അപ്പീൽ പോയി, ഹൈക്കോടതി അപ്പീൽ പോയി. വാടക പിടിക്കുക. അപ്പീൽ പോയപ്പോൾ കോടതി തള്ളി. പറ്റുക രൂപ അടച്ചേ പറ്റുള്ളൂ പറഞ്ഞു. ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടി എടുത്തിട്ടില്ല. എന്താണൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് എനിക്കറിയില്ല. ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് വേണ്ടി കോടതിയിൽ ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് ശൈലജ് കുമാർ രാമചന്ദ്രൻ ഹാജരായതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമിതി പ്രസിഡന്റ് B. രാജീവ്, സെക്രട്ടറി രാജു സെബാസ്റ്റ്യൻ, രാജു ഇമ്മാനുവൽ, മോഹൻകുമാർ മംഗലത്ത്, N. അരവിന്ദാക്ഷൻ നായർ, മായാദേവി ഹരികുമാർ, പ്രിയ ബിജോയ്, KO ഷംസുദ്ദീൻ, ഹനീഫ് മണക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.